ദൈവം തൻ്റെ പ്രവൃത്തികൾ എല്ലാം ചെയ്യുന്നത് വചനത്തിലൂടെയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് നാം വായിക്കുന്നു, ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ, ഉണ്ടായി. ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ, ഉണ്ടായി. ആകാശം ഉണ്ടാവട്ടെ, ഉണ്ടായി. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രജാലങ്ങൾ, ഗാലക്സി എല്ലാം ഉണ്ടാവട്ടെ, ഉണ്ടായി. ഭൂമി ഉണ്ടാവട്ടെ, ജീവജാലങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാം ഉണ്ടായി. ദൈവത്തിൻ്റെ വാക്കിന്റെ പ്രത്യേകതയാണ്, ദൈവം പറഞ്ഞാൽ ആ വാക്ക് അതേപടി സംഭവിച്ചുകൊണ്ടിരിക്കും. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു വചനം പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും. അതാണ് ദൈവത്തിൻ്റെ വാക്കിന്റെ വചനത്തിന്റെ ശക്തി. ദൈവം പറഞ്ഞു ഉണ്ടാവട്ടെ, ഉണ്ടായി. ദൈവം അരുളി ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്ന് പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, 1-ാം ദിവസം. അങ്ങനെ ഓരോ ദിവസത്തെക്കുറിച്ചും പറയുന്നു. 6 ദിവസം കർത്താവ് തന്റെ പ്രവൃത്തി ചെയ്തു, 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു എന്ന് വചനം പറയുന്നു. ദൈവം തന്റെ സൃഷ്ടി നടത്തുന്നത് വചനത്തിലൂടെയാണ്. സൃഷ്ടി നടത്തിയത് മുഴുവൻ വചനത്തിലൂടെയാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 16-ാമത്തെ അധ്യായത്തില് 25, 26 തിരുവചനങ്ങൾ. ജ്ഞാനം 16-ന്റെ 25, 26. കർത്താവേ, അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യ വിളകളല്ല. അതായത് ദൈവത്തെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യ വിളകളല്ല. അരിയോ ഗോതമ്പോ കിഴങ്ങ് വർഗങ്ങളോ പയറോ ഒന്നുമല്ല. കർത്താവേ, അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യ വിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം ഒന്നുകൂടെ കേട്ടുകൊള്ളുക. കർത്താവേ, അങ്ങേ ആശ്രയിക്കുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് ദൈവത്തിന്റെ വചനമാണ്, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കണം. നമ്മളെ നയിക്കുന്നത്, നമ്മളെ പോറ്റുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത് ദൈവത്തിന്റെ ശക്തമായ വചനമാണ്. ഹല്ലേലൂയ. ദൈവം സൃഷ്ടി നടത്തിയത് വചനത്താൽ, ദൈവം നമ്മളെ പോറ്റുന്നത് വചനത്താലാണ്. ഹല്ലേലൂയ. ആദ്യം കേൾക്കായിരിക്കും അല്ലേ, ദൈവം നമ്മളെ പോറ്റുന്നത് വചനത്താലാണ്. സത്യമാണ്, ദൈവം നമ്മളെ പരിപാലിക്കുന്നത്, പോറ്റുന്നത് അവിടുത്തെ വചനത്താലാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്റെ മക്കളെ പോറ്റുന്നത് വിവിധ ധാന്യ വിളകളാലല്ല. പിന്നെ എങ്ങനെയാ? ഒച്ചത്തിൽ പറഞ്ഞേ വചനത്താൽ. കരവിട്ടു പിടിച്ചു പറഞ്ഞേ വചനത്താൽ. ദൈവം നമ്മളെ പോറ്റുന്ന വചനത്താൽ. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നു മത്തായി സുവിശേഷം 4-ാം അധ്യായത്തില് 40 ദിനരാത്രങ്ങള് യേശു ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന് വിശന്നു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ആരാ വന്നത്? പ്രലോഭകൻ. ആരാണ് ഈ പ്രലോഭകൻ? പിശാച്, സാത്താൻ. പ്രലോഭകൻ വന്നിട്ട് പറയാണ്, അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവ പുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക, ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അടുത്ത വചനം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ നാവിൽ നിന്ന്. ദൈവത്തിന് നാവുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നമ്മുടെ നാവ് പോലെ ആയിരിക്കില്ല. ദൈവം അരൂപിയാണ്, അദൃശ്യമാണ്. നമുക്കറിയാം, ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് യേശുവിന്റെ ശരീരം മൗത്തീകരിക്കപ്പെട്ട ശരീരമാണ്. അതുപോലെ ശരീരത്തോടെ പിതാവുണ്ട്.
പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അവിടെ പറയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യേശു പറയുന്നു ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരം മഹത്വമേറിയ ശരീരമായിരുന്നു. ഈ മഹത്വമേറിയ ശരീരമായിട്ട് അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവര് ഭീതിയോടെ മുറിയിലിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു സെന്റ് തോമസ് അപ്പസ്തോലനോട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് വാ തോമസേ, ഇങ്ങോട്ട് വാ. നീ എൻ്റെ ഈ ചങ്കിലേക്ക്, ഈ പാർശ്വത്തിലേക്ക് ഒന്ന് വിരലിട്ട് ഈ മുറിവുകൾ നീ ഒന്ന് കണ്ടേ. അവിടെ ഉയർത്തുന്നേറ്റ യേശു നാവില്ലേ? ഉണ്ടോ? ഉണ്ടോ? നാവുണ്ടായിട്ടില്ല യേശു സംസാരിച്ചത്. നമ്മുടെ ഇതുപോലെ മനുഷ്യന്റെ ഈ പച്ചനാവ് പോലെ ഒരു നാവല്ല. യേശുവിന് മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൽ മഹത്വീകരിക്കപ്പെട്ട ഒരു നാവ് ഉണ്ട്. വിശ്വസിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. തുടർന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അതാണ് പറയുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന്. ഉണ്ടോ? അത് പലപ്പോഴും എന്നെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. എസെക്കിയേൽ 33:7 മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. എന്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കണം. അവിടെ നാവ. പിതാവായ ദൈവം പറയുന്നത്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. 7-ാമത്തെ വചനം എസെക്കിയേൽ 33:7. ഹല്ലേലൂയ. നിയമാവർത്തനം 8:3 വചനം നോക്കിയേ. നിയമാവർത്തനം 8:3 നോക്കാമോ? അവിടെ നിന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായ മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത്. അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്, അവന്റെ വാക്ക്, അവന്റെ വചനം. അതാണ് യേശു പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. സങ്കീർത്തനത്തിലെ ഒരു വചനമാണ്, നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. ആ വചനം എന്നിട്ട് പറഞ്ഞ്, നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. സങ്കീർത്തനം 81:10. ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് 120 വർഷം അടിമത്തത്തിൽ, 130 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ നൽകാം. കർത്താവ് ഭക്ഷിക്കാൻ തരുന്നത് അവിടുത്തെ വചനമാണ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ 4 നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആവശ്യമാണ്. ശരീരത്തിന് ആരോഗ്യം വേണം, അതിന് ഭക്ഷണം കഴിക്കണം. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം വായിക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം അനുസരിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഈ വചനം ആത്മാവിന്റെ ഭക്ഷണമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ടോ ധാന്യവിളകൾ കൊണ്ടോ അല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ.
പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു വചനം തന്നെയായ ദൈവമായിരുന്നു. പിതാവായ ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മാനവരാശിയുടെ സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നു. ദൈവം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കുവാനായിട്ട് മോശയെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തു. മോശ മിക്കനായിരുന്നു, കുറവുകളൊക്കെയുള്ള വ്യക്തിയായിരുന്നു. സഹായിക്കുവാൻ അഹരോനെയും ദൈവം ചേർത്ത് കൊടുത്തു. ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്ന ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കുവാൻ മോശ എന്ന പ്രവാചകനെ ദൈവം അഭിഷേകം ചെയ്തുയർത്തി. മോശയുടെ കരങ്ങളിലൂടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിച്ചു. ചെങ്കടൽ പിളർത്തി കാനാൻ ദേശത്തേക്കുള്ള യാത്ര നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുണയായിട്ട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയെ തെരഞ്ഞെടുത്തത് പിതാവായ ദൈവമാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ മോചിക്കുവാൻ യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തില് കർത്താവായ യേശു ക്രിസ്തു ജന്മമെടുത്തു പരിശുദ്ധാത്മാവിനാൽ. യേശു ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് മാനവരാശിയുടെ മുഴുവൻ വിമോചനത്തിന് വേണ്ടിയാ. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോശയിലൂടെ മോചിപ്പിച്ചുവെങ്കിൽ യേശു ക്രിസ്തു മാനവരാശിയെ മുഴുവൻ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്, ശാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ മാത്രം മോചിപ്പിക്കുവാൻ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിയുവെങ്കിൽ യേശു ക്രിസ്തുവിനെ, തന്റെ ഏകജാതനെ, തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യരാശിയെ മുഴുവൻ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ, ശാപത്തിന്റെ, എല്ലാ കണ്ണുനീരിന്റെ അടിമത്തത്തിൽ നിന്ന് സമഗ്ര വിമോചനം നൽകാൻ വേണ്ടിയാ യേശുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവ് അയച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ പിറന്നവൻ സർവശക്തനായ ദൈവം തന്നെയാ. ത്രിയേക ദൈവത്തിലെ രണ്ടാമൻ തന്നെയായ വചനം തന്നെയായ യേശു ക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി രക്ഷകനായി, നാഥനായി, കർത്താവായിട്ട് പിറന്നു. മാനവരാശിക്ക് മുഴുവൻ വേണ്ടി, മോചനത്തിന് വേണ്ടി, മാനവരാശിക്ക് വിമോചനം കൊടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു വചനം ഈ ഭൂമിയിലേക്ക് പിറന്നു. കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. കരമൊന്ന് ഉയർത്തിയടിച്ച് ഉണർവോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മോശ ദൈവത്തോട് ഇങ്ങനെ പറയാണ്, ദൈവമേ, എനിക്ക് അങ്ങയെ ഒന്ന് കാണണം. പുറപ്പാട് 32, 33 അധ്യായങ്ങളൊക്കെ നിങ്ങളുടെ സമയം പോലെ വായിക്കുക. പുറപ്പാട് പുസ്തകം വായിക്കണം. മോശ ദൈവത്തോട് പറയുക, ദൈവമേ, അങ്ങയുടെ മുഖം എനിക്ക് ഒന്ന് കാണണം. മോശയുടെ വലിയൊരു ആഗ്രഹമാണ്. പിതാവായ ദൈവം എന്താ പറഞ്ഞത്? പിതാവായ ദൈവം പറഞ്ഞു, മോശെ, നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ അതിച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. ഇത് ഞാനായിട്ട് പറയാം കേട്ടോ. അതിച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ നീ കണ്ടാൽ നീ, ബാക്കി പറയോ? ആർക്കെങ്കിലും പറയോ? മരിക്കും. പിതാവായ ദൈവം മോശയോട് പറയുക, എന്നെ നീ കണ്ടാൽ നീ മരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 20 മുതലുള്ള തിരുവചനങ്ങള് 19 മുതൽ കാണിച്ചു, കുഴപ്പമില്ല. ഹല്ലേലൂയ. അവിടുന്ന് അരുളിച്ചെയ്തു, എന്റെ മഹത്വം, ഗ്ലോറി നിന്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും.
അതൊരു ശക്തമായ വചനം കേട്ടോ. ഇത് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ദൈവത്തെ ചോദിക്കാനായിട്ട് ആരുമില്ല, ആരെ കൊണ്ടും പറ്റുകയില്ല. അവിടുന്ന് തുറന്നു, നീ എൻ്റെ മുഖം കണ്ടുകൂടാ, എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കത്തില്ല. കണ്ടോ, എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കില്ല, മരിക്കും. പിതാവായ ദൈവത്തെ കാണുവാൻ ആർക്കും സാധ്യമല്ല എന്ന് പിതാവ് തന്നെ പറയുക. എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്റെ ഈ പാറയുടെ ഒരു ഇടുക്കിൽ ഞാൻ നിർത്തും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ ഞാൻ മറയ്ക്കും, അതിനുശേഷം ഞാൻ കൈമാറ്റും. അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം, എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല. ഹല്ലേലൂയ. പിതാവ് പറയുക, ഞാൻ കടന്നു പോകുമ്പോൾ ഒരു പാറ ഇടുക്കിൽ നിന്നെ ഞാൻ നിർത്തും, എൻ്റെ കൈ കൊണ്ട് മറയ്ക്കും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈമാറ്റും, എൻ്റെ പിൻഭാഗം നീ കാണും. എൻ്റെ മുഖം കാണുന്നവൻ ജീവിച്ചിരിക്കത്തില്ല. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയായിട്ട് വചനമായ ക്രിസ്തു ഈ ഭൂമിയിൽ പിറക്കുകയാണ്. വചനം തന്നെയായ ദൈവത്തെ പിതാവ് അയച്ചു. അതായത് ദൈവത്തെ മനുഷ്യൻ കാണുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യദൈവം. യേശു പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. I am the way, I am the truth, I am the life. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഞാനാണ് വാതിൽ. I am the door. ഞാനാണ് വാതിൽ, ഞാനാണ് ജീവന്റെ അപ്പം. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദിയും അന്ത്യവുമാണ്. ഹല്ലേലൂയ. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. അങ്ങനെ യേശു ഒത്തിരി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. യേശു ദൈവമാണ്, വചനമായ ദൈവം മറിയത്തിന്റെ ഉദരത്തിൽ പിറന്നു, ഈ ഭൂമിയിലേക്ക് മനുഷ്യരായിട്ട് വന്നു. ഒരേ സമയം മനുഷ്യനും ദൈവമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.